എന്ന് പറഞ്ഞാൽ കുഞ്ഞ് മരിച്ചു കിടക്കുമായിരുന്നു. 2 ദിവസമായിട്ട് കുഞ്ഞ് മരിച്ചു കിടക്കുമായിരുന്നു. ഇനി എടുത്തില്ലെങ്കിൽ കുഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചു പോകും. ആ ഒരു സ്റ്റേജിലാണ്. ആരും ശ്രദ്ധിച്ചൊന്നുമില്ല. സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയാണ് കേട്ടോ. അതായത് ഇവനെ പ്രസവിച്ചപ്പോഴുള്ള സ്റ്റോറിയല്ല, എൻ്റെ മൂത്ത കുട്ടിയെ പ്രസവിച്ചപ്പോഴുള്ള സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം ഞാൻ കുഞ്ഞിനെ പ്രസവിച്ചത് എങ്ങനെയാണെന്നുള്ള പറയാം. അതായത് ആലപ്പുഴ ഒരു ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു ആദ്യത്തെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചത് കേട്ടോ. അപ്പം 36ാമത്തെ ആഴ്ച ഒരു ദിവസം രാവിലെ, തലേന്ന് രാത്രി എനിക്ക് കുറച്ച് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ കരയുകയൊക്കെ ചെയ്തു, നല്ല രീതിയിൽ കരഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാവിലെ ആയപ്പോഴേക്കും എനിക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്. വാഷ്റൂമിലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഫ്ലൂയിഡ് ലീക്കായി. അതായത് എങ്ങനെയാണ് ഫ്ലൂയിഡ് ലീക്കായി പോകുന്നതെന്ന് പറഞ്ഞാൽ അറിയാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ യൂറിൻ പോവില്ലേ, യൂറിൻ പോകുന്നത് പോലെ തന്നെ സെയിം വെള്ളം പോലെ അങ്ങ് പോകും. അങ്ങനെയാണ് ഫ്ലൂയിഡ് ലീക്കാവുന്നത്. അപ്പോൾ അങ്ങനെ ഫ്ലൂയിഡ് ലീക്കായി. അപ്പോൾ ഈ ഫ്ലൂയിഡ് ലീക്കാവുന്നതിൻ്റെ സ്റ്റോറി എനിക്ക് നേരത്തെ ഒരു പരിചയമുള്ളതുകൊണ്ടിട്ട് ഞാനപ്പോൾ പ്രസവിക്കാനായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, വിദ്യ എന്ന് പറയും. ഞങ്ങൾ ഞാൻ 3rd ഇയറിൽ പഠിക്കുമ്പോൾ ബിഫാമാണ് ഞാനെടുത്ത സബ്ജക്റ്റ്. അപ്പോൾ 3rd ഇയറിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരിയുടെ കല്യാണം നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അവളുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അവൾ പ്രഗ്നൻ്റായി. ഫസ്റ്റ് പ്രഗ്നൻസി അവൾ 8 മന്ത് കഴിഞ്ഞതിന് ശേഷം അവളുടെ കുഞ്ഞിന്, അതായത് അവളുടെ പ്രഗ്നൻസി 8 മന്ത് ആയപ്പോഴേക്കും ഇവൾക്ക് ഫ്ലൂയിഡ് ഇതുപോലെ ലീക്കായി പോയായിരുന്നു. അപ്പോൾ അവളുടെ അമ്മയടുത്ത് അവൾ ചോദിച്ചു, അമ്മേ ഇതുപോലെ എൻ്റെ ഫ്ലൂയിഡ് ഇങ്ങനെ പോയിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ സാധാരണ, അതൊക്കെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇവളത് വിശ്വസിച്ച് വെച്ചുകൊണ്ടിരുന്നു. എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസമായിട്ടും കുഞ്ഞിന് അനക്കമൊന്നുമില്ല. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിന് അനക്കമൊന്നുമില്ല, എന്താ പറ്റിയെന്നുള്ള അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും അന്നില്ല, ഇപ്പോഴാണ് ഐഡിയയൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ കുഞ്ഞനക്കം ഇല്ലടി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടി എന്നാൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അങ്ങനെ അവൾ കോളേജിൽ ക്ലാസ് കഴിഞ്ഞിട്ട് അവൾ വൈകുന്നേരം ആയപ്പോഴേക്കും ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ കുഞ്ഞ് മരിച്ചു കിടക്കുമായിരുന്നു. 2 ദിവസമായിട്ട് കുഞ്ഞ് മരിച്ചു കിടക്കുമായിരുന്നു അവളുടെ വയറ്റിൽ. ഒന്ന് ആലോചിച്ച് നോക്കണേ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അത് ശരിക്കും അത് അവളെ ഭയങ്കരമായിട്ട് സൈക്കിക്കാക്കി മാറ്റിയൊരു, ശരിക്കും ഒരു ഭ്രാന്തി ആയിപ്പോയായിരുന്നു. പിന്നെ സ്കൂളിൽ വന്നപ്പോഴൊക്കെ, കോളേജിൽ വന്നപ്പോഴൊക്കെ അവൾ ഭയങ്കരമായിട്ടൊരു, എനിക്ക് നല്ല ചേഞ്ച് എനിക്ക് അവൾ ഫീൽ ചെയ്തായിരുന്നു. കാര്യം നമ്മുടെ അടുത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരും. അവൾ ഭയങ്കര പൊസസീവ്. എനിക്ക് വേറെ ഫ്രണ്ട്സിനോടൊന്നും സംസാരിക്കാൻ പാടില്ല, അങ്ങനെ ഭയങ്കര പൊസസീവ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ എൻ്റെ മുടിക്ക് കുത്തിപ്പിടിക്കുന്നുണ്ട്, നീ എന്താടി പറയുന്നതെന്ന് പറഞ്ഞിട്ട് മുടിക്ക് കുത്തിപ്പിടിക്കുന്നുണ്ട്. അപ്പം അമ്മ വീഡിയോ എത്തോട്ടെ. അങ്ങനെ അവളങ്ങനെ ഒരു മാനസിക പിരിമുറുക്കത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവൾക്ക് 2 കുട്ടികളുണ്ട്, 2 ആൺകുട്ടികളാണ്, നല്ല മിടുക്കും കുട്ടികൾ, കുഴപ്പമൊന്നുമില്ല, അവൾ ഹാപ്പിയാണ്. അപ്പം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ എനിക്ക് അന്ന് മുതൽ ഇതറിയാം, എന്താ ഫ്ലൂയിഡ് ലീക്കേജ്, എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ മുടിയെടുത്ത് വായി വെക്കാതെ മോനെ, നമ്മൾ അപ്പോൾ ഡോക്ടറെ കാണണോ എന്നുള്ളതൊക്കെ എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്ലൂയിഡ് ലീക്കായപ്പോൾ എനിക്ക് മനസ്സിലായി ഈ യൂറിൻ പോലെയാണ് പോകുന്നത്, വാട്ടർ പോലെയാണ് പോകുന്നത് എന്നുള്ളതൊക്കെ അവൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് ആ ഒരു അറിവുള്ളത് കൊണ്ടിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ ഗവൺമെൻറ് ആശുപത്രി ആയതുകൊണ്ട് തന്നെ അവിടെ വെള്ള മുണ്ടും വെള്ള ഷർട്ടും വേണമായിരുന്നു. അങ്ങനെ വെള്ള മുണ്ടും വെള്ള ഷർട്ടും, അങ്ങോട്ട് നേരെ ഇരിക്കുക, അമ്മ സംസാരിക്കട്ടെ, വെള്ള മുണ്ടും വെള്ള ഷർട്ടും വേണമായിരുന്നു. അങ്ങനെ വെള്ള മുണ്ടും വെള്ള ഷർട്ടൊക്കെ എൻ്റെ ഹസ്ബൻഡ് അപ്പം തന്നെ പോയി വാങ്ങി. നമ്മുടെ കൂടെ ഒരു ചേച്ചിയെ നിർത്തുള്ളൂ, ഒരാളെ നിർത്തുള്ളൂ, ഒരു ലേഡിയെ നിർത്തുള്ളൂ. അപ്പോൾ കൂട്ടിനൊരു ചേച്ചിയായിരുന്നു. അങ്ങനെ ആ ചേച്ചിക്കും വെള്ള മുണ്ടും വെള്ള ഷർട്ടും വാങ്ങിച്ചു കൊടുത്തു. ഞാനും അങ്ങനെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ലേബർ റൂമിലേക്ക് കയറുവാണ്. കയറി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 15 കൂടുതലുണ്ടാവും പ്രസവിക്കാൻ വേണ്ടി ഇങ്ങനെ കിടത്തിയൊക്കെയാണ് പെണ്ണുങ്ങളെ. അവരുടെ കുറേ പേരുടെ ബ്ലഡ് കുളിച്ചിട്ട്, അതുപോലെ കുറേ പേരുടെ ഇതൊക്കെ തല പകുതിയൊക്കെ വന്നു. അങ്ങനെയൊക്കെയുള്ള സ്റ്റേജിൽ, നല്ലപോലെ നിലവിളിക്കുന്ന സ്റ്റേജിലാണ് ഞാൻ. ഈ കാഴ്ചയും കണ്ടിട്ടാണ് ഞാൻ ആ റൂമിലേക്ക് കയറി ചെല്ലുന്നത്. എൻ്റെ കിളി ഫുള്ള് പോയി ഗൈസ്, എൻ്റെ കിളി ഫുള്ള് പോയി സത്യം പറഞ്ഞാൽ.
ഇത് കാണുവാണ്. ഒന്നാമത് നമുക്കറിയാം പ്രസവ വേദന ഭയങ്കരമാണ്, നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കേൾവിയുണ്ട്. അപ്പോൾ ഇതും കൂടി കണ്ടപ്പോൾ എൻ്റെ റിലേ ഫുള്ള് പോയി. ഞാൻ ഭയങ്കര ടെൻസ്ഡായിപ്പോയി. അമ്മ വീഡിയോ എടുക്കുക. അപ്പോൾ ദിയമോള് വന്നു, സ്കൂൾ വിട്ട് വന്നു. അയ്യോ മതി ഇതാണ് കുഞ്ഞാരം. അയ്യോ മതിയാവും. വിട്ടേര് ഒരു അപ്പിയൊക്കെ ഇട്ട് അവരുടെ അടുത്ത് ഒരു ഹായ് പറഞ്ഞേ. ഹലോ ഗൈസ് പറ. ഇതാണ് എൻ്റെ മൂത്ത കുട്ടി. ഓക്കെ, പോയിട്ട് വാ. എൻ്റെ ഓക്കെ ഷിയാൻകുട്ടൻ നോക്കി ഷിയാൻകുട്ടൻ ചിരിക്കലെങ്ങനെ. എന്നാലും സാരമില്ല, ഉള്ള ധൈര്യമൊക്കെ സംഭരിച്ച് ഞാൻ ചെന്നു. PV ചെയ്തു. PV ചെയ്യുന്ന പറയുന്നത് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. ആദ്യത്തിൽ PV എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല, എന്താണ് സാധനം എന്നൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവരാദ്യം ഒരു വിരലിട്ട് നോക്കും, അത് കഴിഞ്ഞ് 2, 3 ഫുള്ള് കൈ കയറുന്ന ആ ഒരു അവസ്ഥയിലെത്തി കഴിയുമ്പോൾ മോള് വീണ് എനിക്ക് ഫുള്ള് കൈ കയറുന്ന അവസ്ഥയിലെത്തി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഓക്കെ ആയിട്ടുണ്ട്, ഡയലേറ്റ് ആയിട്ടുണ്ട്, ഫുള്ളി ഡയലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഫുള്ള് ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് അവർ ടാബ്ലറ്റാണ് തന്നത്. കാര്യം 36 വീക്ക് ആയപ്പോൾ ഫ്ലൂയിഡ് ലീക്ക് ആയിട്ടാണല്ലോ, എനിക്ക് പെയിൻ വന്നിട്ട് പോയതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ടാബ്ലറ്റ് തന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് വേദന വരുമ്പോൾ പറയാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് വേദന സ്റ്റാർട്ട് ചെയ്തു. ചെറിയൊരു വേദന ആദ്യം വന്നത്. അപ്പോൾ എന്നെ പഠിപ്പിച്ചൊരു മാം പറഞ്ഞിട്ടുണ്ട്, അനാട്ടമി പഠിപ്പിച്ച മാം പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ഈ പ്രസവ വേദന വരുമ്പോൾ ആദ്യത്തെ വേദന എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു വേദന ആയിരിക്കും വരുന്നത്. അപ്പം നമ്മൾ മനസ്സിൽ ഓർത്താൽ മതി, ഈ വേദന ഒന്നുമല്ല, അടുത്ത വേദന ഏറ്റവും വലിയ വേദന വരുന്നത്. അപ്പോൾ ഇതെനിക്ക് സഹിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ അടുത്ത വേദന വരുമ്പം ഓർത്താൽ മതി, ഇതിൽ വലിയ വേദന അടുത്ത് വരാൻ വേണം, അപ്പോൾ ഇതെനിക്ക് സഹിക്കാൻ പറ്റും. അങ്ങനെ ഓർത്ത് പിന്നെ നമ്മൾ പ്രസവം അറിയത്തില്ലെന്നൊക്കെ മാഡം പറഞ്ഞതൊക്കെ ഞാൻ വിചാരിച്ചു, ആ സമയത്ത് ഓർത്തു. പക്ഷേ അതൊന്നും എൻ്റെ തലയിലേക്ക് അധികം അങ്ങോട്ട് കയറിയില്ല. ഞാൻ കിടന്ന് പൊളിച്ചങ്ങോട്ട് കരഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നിരത്തി പിടിച്ച് കിടത്തിയേക്കും എല്ലാവരെയും. അപ്പോൾ ഇവരുടെ കാറിൽ കേട്ടിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ റിലേ ഫുള്ള് പോയി. സംഭരിച്ചു വെച്ചിരുന്ന ധൈര്യവും പോയി. എന്നെ കൊണ്ട് പറ്റുമോ, എനിക്കൊരു കുഴപ്പം ഉണ്ടാവില്ല, ഇതൊക്കെ എന്ത് എന്നും പറഞ്ഞിട്ട് പോയ ഞാൻ അവിടെ എൻ്റെ റിലേ പോയി ഫുള്ള്. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ മോള് വന്ന് ശല്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേദനയൊക്കെ എന്താ രസമെന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പെയിൻ ഫുള്ള് പോയി, കോൺട്രാക്ഷനും റിലാക്സേഷനും ഒക്കെ പോയി. ലാസ്റ്റ് എനിക്ക് എന്താ പറയുക, ഞാൻ ഭയങ്കര കാമായിട്ട് അങ്ങനെ കിടക്കുക. അപ്പോൾ ഒരു ഡോക്ടർ വന്നിട്ട് ചെക്ക് ചെയ്തു, ഇതുണ്ടായെന്ന് പറഞ്ഞ് വന്ന് ചെക്ക് ചെയ്തപ്പം കുഞ്ഞിൻ്റെ തലയൊക്കെ പുറത്ത് വന്ന് സെറ്റായിട്ടിരിക്കുക. അതായത് ഇനി എടുത്തില്ലെങ്കിൽ കുഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചു പോകും, ആ ഒരു സ്റ്റേജിലാണ്. ആരും ശ്രദ്ധിച്ചൊന്നുമില്ല. അപ്പം ഗവൺമെൻറ് ആശുപത്രി ആകുമ്പോൾ അത്രയൊക്കെ ശ്രദ്ധ നോക്കിയാൽ മതിയല്ലോ. കുറേ പേരുണ്ട്, അവർ പറഞ്ഞിട്ടും കാര്യമില്ല, ഇഷ്ടം പോലെ ഉണ്ട് കേസ്. അന്നല്ല മിക്കപ്പോഴും അവിടെ നല്ലപോലെ ഡെലിവറി കേസൊക്കെ ഉള്ളതാണ്. വന്ന് ഇത് ഇപ്പം പെട്ടെന്ന് എടുക്കണമെന്ന് പറഞ്ഞിട്ട് തന്നെ അങ്ങനെ കൊണ്ടുപോയി ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ അടുത്ത് പുഷ് ചെയ്യാൻ പറഞ്ഞു. വേദന വരുമ്പോൾ പുഷ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ വേദന വരെ എൻ്റെ വേദനയൊക്കെ വന്നെല്ലാം കഴിഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ പുഷ് ചെയ്തു. ഞാൻ പുഷ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ പുഷ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവിടെ ചെറുപ്പക്കാരായ കുറേ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ട് കിടക്കേണ്ട അവസ്ഥ വന്നു. അവർ തന്നെ എൻ്റെ വയറിൽ പ്രസ് ചെയ്ത് തന്നെ കുഞ്ഞിനെ പുറത്തെടുത്തു. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ ദിയക്കുട്ടിയെ ഞാൻ കണ്ടു. കുഞ്ഞ് പെട്ടെന്ന് കരയുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, കുഞ്ഞ് ജനിച്ച ഉടനെ കരയണം, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു എൻ്റെ നെഞ്ചിൽ അങ്ങനെ അവളെ കിടത്തി തന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ അവർ കൊണ്ടുപോയി ക്ലീനൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് പിന്നെ പാലൊക്കെ കൊടുക്കുന്നൊക്കെ പറഞ്ഞു. അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്ന ആദ്യത്തെ മോളുടെ. ഇവൻ്റെ സ്റ്റോറി ഞാൻ വേറൊരു ദിവസം ഇടാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ പെയിൻ വരുന്ന സമയത്ത്, നമ്മൾ ഡെലിവറിക്ക് കയറുന്ന പെയിൻ വരുന്ന സമയത്ത് കുറച്ച് എക്സസൈസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബ്രീത്തിങ് എക്സസൈസുകളുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, വളരെ നല്ലതാണ്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ. ഇപ്പം ഇവൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ കാര്യം അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഡെലിവറി സ്റ്റോറി ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കേട്ടിരുന്നതിൽ ഒരുപാട് താങ്ക്സ്. ഇവൻ ഭയങ്കര ബഹളമായിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാതെ പോവില്ലേ, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. ഓക്കെ, ടാറ്റ ബൈ ബൈ, ലവ് യു ഓൾ.